9th സ്റ്റാൻഡേർഡ് മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 10ലുള്ള ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 3 എന്നീ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പേജ് നമ്പർ 10, ക്വസ്റ്റ്യൻ നമ്പർ 1. പ്രിയ ബോട്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ 1100 rupees. The bag cost 300 rupees more than the slippers. What is the price of the slippers and the price of the bag? ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ളത് പ്രിയ ഒരു ബാഗും ഒരു പെയർ ഓഫ് സ്ലിപ്പറും കൂടെ 1100 rupeesന് വാങ്ങിച്ചു. പിന്നെ തന്നിട്ടുള്ളത് ബാഗിന്റെ കോസ്റ്റ് സ്ലിപ്പറിന്റെ കോസ്റ്റിനേക്കാളും 300 rupees കൂടുതലാണ് എങ്കിൽ ബാഗിന്റെ കോസ്റ്റും സ്ലിപ്പേഴ്സിന്റെ കോസ്റ്റും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻസ് വെച്ച് ഇക്വേഷൻ ഫോം ചെയ്യണം. ഇവിടെ നമുക്ക് ബാഗിന്റെ പ്രൈസും അറിയില്ല, സ്ലിപ്പറിന്റെ പ്രൈസും അറിയില്ല. അപ്പോൾ നമുക്ക് ഒന്ന് എക്സും അടുത്തത് വൈയും ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ബാഗിന്റെ പ്രൈസ് എക്സും സ്ലിപ്പറിന്റെ പ്രൈസ് വൈയും ആക്കി എടുത്തു. ഇനി നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻസ് വെച്ച് ഇക്വേഷൻ ഫോം ചെയ്യാം. പ്രിയ ബോട്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ 1100 rupees. അപ്പോൾ ഒരു ബാഗിനും ഒരു പെയർ ഓഫ് സ്ലിപ്പറിനും കൂടെ എത്രയാണ്? 1100 rupees ആണ്. ഫസ്റ്റത്തെ ഇക്വേഷൻ കിട്ടി. എക്സ് എന്ന് പറയുന്നത് ബാഗിന്റെ പ്രൈസ്, വൈ എന്ന് പറയുന്നത് സ്ലിപ്പറിന്റെ പ്രൈസ്. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 1100 കിട്ടണം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, ദ ബാഗ് കോസ്റ്റ് 300 rupees മോർ ദാൻ ദ സ്ലിപ്പർ. ബാഗിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു സ്ലിപ്പറിന്റെ കോസ്റ്റിനേക്കാളും 300 കൂടുതലാണ്. അതായത് y പ്ലസ് 300 ആണ്. രണ്ടാമത്തെ ഇക്വേഷനും നമുക്ക് കിട്ടി. ഇനി ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്തിട്ട് ഈ എക്സിന്റെയും വൈയുടെയും ബാഗിന്റെയും സ്ലിപ്പറിന്റെയും കോസ്റ്റ് കണ്ടുപിടിക്കണം. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി എന്ത് ചെയ്താൽ മതി? ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് 300 കിട്ടിയിട്ടുണ്ടല്ലോ. ഈ വൈ പ്ലസ് 300 എന്നുള്ളത് ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ എക്സിന്റെ പൊസിഷനിൽ കൊടുക്കുക. സോ ഇക്വേഷൻ നമ്പർ 2 ഇൻ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ പൊസിഷനിൽ വൈ പ്ലസ് 300 പ്ലസ് ഇനി ഇവിടെ വൈ ഉണ്ടല്ലോ, വൈ ഇസ് ഈക്വൽ ടു 1100. ഇനി ഈ വൈയും കൂടെ ആഡ് ചെയ്താൽ മതി. ഇപ്പം ഈ ഇക്വേഷൻ ഒരു വേരിയബിളിൽ മാത്രമുള്ള ഒരു ഇക്വേഷനായി മാറി. വൈ പ്ലസ് വൈ 2y പ്ലസ് 300 ഇസ് ഈക്വൽ ടു 1100. സോ 2y ഈസ് ഈക്വൽ ടു 1100. 300നെ റൈറ്റ് കൊണ്ടുപോകുമ്പോൾ മൈനസ് 300 ഇസ് ഈക്വൽ ടു 800 കിട്ടും. സോ y ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 800 ഡിവൈഡഡ് ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു 400. y എന്ന് പറയുന്നത് സ്ലിപ്പറിന്റെ കോസ്റ്റ് 400 കിട്ടി. ഇനി എക്സ് അതായത് ബാഗിന്റെ പ്രൈസ് കണ്ടുപിടിക്കണം. ഇവിടെ വൈയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഈ ഇക്വേഷനകത്ത് കൊടുത്താൽ മതി. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനകത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു വൈയുടെ വാല്യൂ 400 പ്ലസ് 300 സോ ഇസ് ഈക്വൽ ടു 700 rupees. അപ്പോൾ ബാഗിന്റെ പ്രൈസ് എത്രയാണ്? ബാഗ് ഇസ് ഈക്വൽ ടു 700 rupees ആൻഡ് സ്ലിപ്പറിന്റെ പ്രൈസ് 400 rupees. Next question, page number 10, question number 2. The sum of two numbers is 26 and their difference is 4. What are the numbers? രണ്ട് നമ്പറിൻ്റെ സമ്മ് 26 ആണ്, ഡിഫറൻസ് 4 ആണ്. രണ്ട് നമ്പറും കണ്ടുപിടിക്കണം. രണ്ട് നമ്പറും നമുക്ക് അറിയില്ല. അപ്പോൾ ഒന്ന് എക്സും ഒന്ന് വൈയും ആക്കി എടുക്കാം. സോ ലെറ്റ് ദ നമ്പേഴ്സ് ബി എക്സ് കോമ വൈ. ഇനി ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ളത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 26. സോ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 26. ഇനി രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് 4. സോ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4. ഇപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ അതായത് രണ്ട് നമ്പേഴ്സും കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഈ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കൂ. ഇതിന് നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതാലോ. ഈ വൈനെ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ 4 പ്ലസ് വൈ ആയി മാറും. ഇനി ഈ എക്സ് ഇസ് ഈക്വൽ ടു 4 പ്ലസ് വൈ എന്നുള്ളത് ഈ ഫസ്റ്റത്തെ ഇക്വേഷനിൽ എക്സിന്റെ പൊസിഷനിൽ കൊടുക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷൻ എന്തായി മാറും? അതായത് എക്സ് ഇസ് ഈക്വൽ ടു 4 പ്ലസ് വൈ ഇൻ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1 എന്തായി മാറും? എക്സിന്റെ പൊസിഷനിൽ 4 പ്ലസ് വൈ. സോ 4 പ്ലസ് വൈ പ്ലസ് അടുത്തത് വൈ ഈക്വൽ ടു 26. ഇപ്പോൾ ഈ ഇക്വേഷൻ വൈയിൽ മാത്രമുള്ള ഒരു ഇക്വേഷനായി മാറി. വൈയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
സോ 4 പ്ലസ് വൈ എന്ന് പറയുമ്പോൾ 2y is equal to 26. 2y is equal to 26 minus 4 or 2y is equal to 26 എന്ന് 4 പോയി കഴിഞ്ഞാൽ 22. So y is equal to 22 divided by 2 equal to 11. അപ്പോൾ ഒരു നമ്പർ കിട്ടി 11. ഇനി അടുത്ത നമ്പർ എക്സ് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനകത്ത് വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. സോ എക്സ് ഇസ് ഈക്വൽ ടു 4 പ്ലസ് വൈയുടെ വാല്യൂ 11. സോ ഇസ് ഈക്വൽ ടു 15. അപ്പോൾ എക്സ് രണ്ട് നമ്പറും കിട്ടി. Therefore the numbers is equal to 11, 15. Next question, page number 10, question number 3. The perimeter of a rectangle is 40 centimeters and one side is 8 centimeters longer than the other. Calculate the lengths of the sides. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 40 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഒരു സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് മറ്റേതിനേക്കാളും 8 സെൻറ്റിമീറ്റർ കൂടുതലാണ് എങ്കിൽ അതിൻ്റെ സൈഡ് ലെങ്ത്തുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പെരിമീറ്റർ ഇസ് ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? 40 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എക്സും ബ്രെഡ്ത്ത് വൈയും ആണെന്നുണ്ടെങ്കിൽ ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഇതിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ, ഇതിൻ്റെ ലെങ്ത് എക്സ്, ബ്രെഡ്ത്ത് വൈ. ഒരു റെക്റ്റാങ്കിളിൻ്റെ കേസിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകളുടെ ലെങ്ത് ഈക്വൽ ആണല്ലോ. സോ ഈ സൈഡ് എന്തായിരിക്കും? എക്സ് ആണ്, ഇതിൻ്റെ ലെങ്ത് വൈ ആണ്. ഇനി ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാ ബൗണ്ടറിയും കൂടെ ആഡ് ചെയ്തത്, അതായത് എക്സ് പ്ലസ് വൈ ഇതാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. സോ എക്സ് പ്ലസ് എക്സ് എന്താവും? 2x പ്ലസ് വൈ 2y. സോ 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ. ഇതാണ് ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇത് നമുക്ക് തന്നിട്ടുണ്ട് 40 സെൻറ്റിമീറ്റർ ആണ്. അതായത് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 40 സെൻറ്റിമീറ്റർ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എന്തായിരിക്കും? ഇവിടെ 2 മൾട്ടിപ്ലിക്കേഷൻ ആണ്, റൈറ്റിക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ ആയി മാറും. സോ 40/2. സോ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 20. ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി ക്വസ്റ്റിനകത്ത് എന്താ തന്നിട്ടുള്ളത്? വൺ സൈഡ് ഈസ് 8 സെൻറ്റിമീറ്റേഴ്സ് ലോങ്ങർ ദാൻ ദി അതർ. അതിൻ്റെ ഒരു സൈഡ് എന്താണ്? മറ്റേ സൈഡിനേക്കാളും 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എടുക്കാം നമുക്ക്. ലെങ്ത്ത് ആണല്ലോ വലുത്. അപ്പോൾ ലെങ്ത്ത് എക്സ് ആണ് നമ്മൾ കൊടുത്തത്. ലെങ്ത്ത് എക്സ് ഇസ് ഈക്വൽ ടു അതിൻ്റെ ബ്രെഡ്ത്ത് വൈനേക്കാളും 8 കൂടുതലാണ്. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനും നമുക്ക് കിട്ടി. ഇനി ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതെന്ത് ചെയ്താൽ മതി? ഈ എക്സിൻ്റെ പൊസിഷനിൽ ഈ ഫസ്റ്റത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഇക്വേഷൻ നമ്പർ 2 എന്ത് ചെയ്യുക? ഇൻ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്തായി മാറും? എക്സിൻ്റെ പൊസിഷനിൽ y പ്ലസ് 8 കൊടുക്കുക. y പ്ലസ് 8 ദെൻ y ഈക്വൽ ടു 20. ഇനി വൈയും കൂടെ ആഡ് ചെയ്താൽ 2y പ്ലസ് 8 ഇസ് ഈക്വൽ ടു 20. 2y ഇസ് ഈക്വൽ ടു 20 മൈനസ് 8 ആയി മാറും റൈറ്റ് എടുക്കുമ്പോൾ. സോ 2y ഇസ് ഈക്വൽ ടു 12 ഓർ y ഇസ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 6. അപ്പോൾ y എന്ന് പറയുന്നത്, അതായത് ബ്രെഡ്ത്ത് നമുക്ക് കിട്ടി 6 സെൻറ്റിമീറ്റർ. ഇനി അതിൻ്റെ ലെങ്ത് എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? y പ്ലസ് 8 ആണല്ലോ. വൈയുടെ വാല്യൂ 6 പ്ലസ് 8 that is equal to 14 centimeter. Therefore the sides എന്താണ്? sides is equal to 6 centimeter, 14 centimeter.